സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരന് ആദരവും യാത്രയയപ്പും നൽകി. നാട്ടിക MLA CC മുകുന്ദൻ ഔദ്യോഗിക ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ കഴിവും ഇടപെടലൊക്കെ വളരെ മഹനീയമായ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. നമ്മൾ ലോകത്തെ കാര്യം പറയേണ്ട കാര്യമില്ല, ഇന്ത്യയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്ത്, ഇതുപോലൊരു സംസ്ഥാനത്ത് നമ്മുടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു മാറ്റം ജനങ്ങളും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കുന്ന ഒരു വലിയ മഹനീയമായ ഒരു മേഖലയായിട്ട് മാറ്റിയെടുക്കാൻ ഈ സഹകരണ മേഖല കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വളരെയേറെ ചരിത്രങ്ങൾ, പഴയകാലത്തെ അനുഭവങ്ങൾ നമ്മൾ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് പഴയകാലത്തെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന 1957 57 പുതിയ ചരിത്രം, നമ്മുടെ ലോകത്തൊക്കെ ചർച്ച ചെയ്യപ്പെട്ട പുതിയ ചരിത്രം നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം സ്വകാര്യ ബാലറ്റ് പേപ്പറിൽ കൂടിയ അധികാരം നമ്മുടെ കേരളം പിടിച്ചെടുത്ത സാഹചര്യം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ അധികാരത്തിന് ശേഷം നമ്മൾ വലിയൊരു മാറ്റം, ഞാൻ പ്രസ്ഥാനത്തെ കുറിച്ചൊന്നും പറയുന്നില്ല, അവിടെ ഇരിക്കുന്നവർക്ക് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അറിയാം. ആ അധികാരത്തിൽ വന്നു തുറന്നതിന് ശേഷം വലിയൊരു മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റങ്ങൾ കൂടുതൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയർന്നവർ. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ സംരക്ഷണ രംഗത്തും അതുപോലെ തന്നെ സഹകരണ മേഖലയും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് സതീഷ് ബാബു MP ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ദേവികുമാറിനെ സംബന്ധിച്ചോളം അത് സാധ്യമാണ്. ദേവികുമാർ തന്റെ സർവീസ് ജീവിതത്തോടൊപ്പം തന്നെ അതിന് സമാന്തരമായി മറ്റൊരു കർമ്മമേഖലയിൽ വ്യാപൃതനായിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദേവികുമാറിന്റെ സർവീസിന് ശേഷം അദ്ദേഹം ഇന്ന് അതിനോട് ജോലിയോടൊപ്പം സമാന്തരമായി കൊണ്ടുനടന്ന മേഖലയിൽ കൂടുതൽ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് കടക്കാനും സാധ്യമാകും എന്നാണ് പറഞ്ഞത്. ഞാൻ മറ്റു കണ്ടൊരു സവിശേഷം എന്താണെങ്കിൽ പല ആളുകളും തന്റെ റിട്ടയർമെന്റിന് അടുക്കുമ്പോൾ ഒരു 1-2 വർഷം മാത്രം അവശേഷിക്കുമ്പോൾ അവരൊരു ആലസ്യത്തിലേക്ക് കടന്നു പോകാറുണ്ട്. ഇനി എന്തിനാണ് ജോലി ചെയ്യുന്നത്, ഞാൻ എന്തായാലും റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. അതിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരു വ്യക്തിയായിരുന്നു ദേവികുമാർ. ഇന്നലെ വരെ തന്റെ കർമ്മ മേഖലയിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു മെഡിക്കൽ സബ് കമ്മിറ്റി കൂടി ഉണ്ടായി. അവിടെ ദേവികുമാറിന് വിലയേറിയ പല നിർദ്ദേശങ്ങളും അവിടെ വയ്ക്കുകയുണ്ടായി. ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുടിശ്ശിക നിവാരണവും നിക്ഷേപ സമാഹരണമായി വളരെ യജ്ഞം നടത്തിയിരുന്നു. ഓരോ ആളുകൾക്കും ഓരോ ടാർജറ്റ് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവികുമാർ ഈ ആലസ്യത്തിന്റെ ഒട്ടും രാജനയില്ലാതെ വളരെ മുന്നിൽ നിന്ന് തന്നെ പല കുടിശ്ശികരുടെ വീട്ടിൽ ചെന്ന് കുടിശ്ശിക പിരിക്കുകയും നിക്ഷേപങ്ങൾ കളക്ട് ചെയ്യാൻ മുന്നിൽ നിന്നൊരു വ്യക്തിയാണ് ശ്രീ ദേവികുമാർ. ബാങ്കിന്റെ ഇന്റേണൽ ഓഡിറ്റർ തസ്തികയിൽ 31 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന KG ബേബികുമാറിന്റെ ചടങ്ങ് ആദരവ് നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ബാങ്ക് സെക്രട്ടറി KK അനിൽ, അവണിശ്ശേരി പഞ്ചായത്ത് അംഗം VI ജോൺസൺ, ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ KK വേലുക്കുട്ടി, PR കുട്ടപ്പൻ, KJ ജോസഫ്, CK മുരളീധരൻ, VV ഷിബു, KCEU ജില്ലാ പ്രസിഡന്റ് AS അൻവർ, KCEC മണ്ഡലം സെക്രട്ടറി PB ഷാജൻ, ഭരണസമിതി അംഗങ്ങളായ MS സത്യൻ, MK മുരളി, സ്റ്റാഫ് പ്രതിനിധികളായ KR ദർശന, KK ജോബി, DM ഉദയഭാനു എന്നിവർ സംസാരിച്ചു.